PK കുഞ്ഞനന്തന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. TP ചന്ദ്രശേഖരൻ കൊലക്കേസിൽ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്തനായിരുന്നു. രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും KM ഷാജി. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിലാണ് KM ഷാജിയുടെ ഈ വിവാദ പ്രസംഗം. കുഞ്ഞനന്തൻ മരിച്ചത് എങ്ങനെയാണ്? കുഞ്ഞനന്തൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. ഭക്ഷ്യവിഷബാധയെ തുടർന്ന്. എന്നാൽ കുഞ്ഞനന്തനെ മാത്രം നിങ്ങൾ നോക്കിയാൽ പോരാ. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഫസലിനെ കൊന്ന 3 പേർ മൃഗീയമായി കൊല്ലപ്പെട്ടതാണ്. എന്ന് വെച്ചാൽ കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവർ കൊന്നു കഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്തനാണ്. പ്രജിത് മോഹനൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. പ്രജിത്ത്, ഇത് പല നേതാക്കളിലേക്കും ഈ കേസ് അന്വേഷണം എത്തുമെന്നുള്ള ഒരു ഭയത്താൽ കുഞ്ഞനന്തനെ കൊന്നു എന്നൊക്കെ KM ഷാജി വിളിച്ചു പറയുന്ന മുസ്ലിം ലീഗിന്റെ ഒരു വേദിയിൽ. എന്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ? ആദ്യം വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവായ KM ഷാജിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് 2020 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് കുഞ്ഞനന്തൻ മരിക്കുന്നത്. ആ മരണം അതൊരു സാധാരണ മരണമല്ല, ഒരു ഭക്ഷ്യവിഷബാധയേറ്റ് നടന്ന മരണമാണ്. അത് ഒരു ദുരൂഹതയുള്ള മരണമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ KM ഷാജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നത്. KM ഷാജി പ്രധാനമായും പറയുന്നത് കണ്ണൂരിൽ ഇത്തരത്തിൽ പല രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കും നേതൃത്വം നൽകിയവർ അവർ പിന്നീട് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന് പിന്നിൽ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ മരിക്കുകയോ ചെയ്തിട്ടുള്ള സാഹചര്യമുണ്ട്. ഇതെല്ലാം ദുരൂഹമായ സാഹചര്യത്തിലാണ്. അതായത് കൊല്ലാൻ വിട്ടവർ അവർ കൃത്യം നടത്തി തിരിച്ചു വരുമ്പോൾ പിന്നീട് അവരിൽ നിന്ന് നേതാക്കന്മാരിലേക്ക് എത്താനുള്ള സാഹചര്യവും അല്ലെങ്കിൽ രഹസ്യങ്ങളൊക്കെ ചോരുമോ എന്നുള്ള ഭയം വരുമ്പോൾ ഇത്തരത്തിൽ കൊല്ലാൻ വിട്ടവരെ കൊന്നുകളയുന്ന ഒരു ശീലമുണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ KM ഷാജി പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് TP കേസിൽ കുഞ്ഞനന്തന്റെ മരണവും അതോടൊപ്പം തന്നെ ഫസൽ കേസിലെ പ്രതികളായ 3 പേരുടെയും കൊലപാതകം, അതോടൊപ്പം തന്നെ ഷുക്കൂറിന്റെ മരണത്തിൽ ഉണ്ടായ കൊലപാതകത്തിൽ കേസിലെ പ്രതി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ, ഇതെല്ലാം ദുരൂഹമാണ്. ഇവയ്ക്കെല്ലാം പിന്നിൽ ഇത്തരം ഒരു ഷേഡിയായിട്ടുള്ള അല്ലെങ്കിൽ ദുരൂഹമായ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പരാമർശമാണ് ഇപ്പോൾ KM ഷാജിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. നാളെ വലിയ ചർച്ചകളിലേക്കൊക്കെ രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ വഴിവെച്ചേക്കാവുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ഇപ്പോൾ KM ഷാജിയുടെ ഭാഗത്ത് നിന്നുണ്ട്. പ്രത്യേകിച്ച് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് KM ഷാജി പറയുന്നത്. ഇതുപോലെ തന്നെ ഈ TP കൊലക്കേസിൽ പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയാണ് കുഞ്ഞനന്തൻ. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞനന്തൻ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചതും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന് ഈ കുഞ്ഞനന്തന്റെ മരണവും മറ്റ് കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പ്രതികളായിട്ടുള്ളവരുടെ മരണങ്ങളുമായി KM ഷാജി കൂട്ടിക്കെട്ടി വായിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകേണ്ടത് KM ഷാജിയാണ്. പ്രത്യേകിച്ച് ഏത് സാഹചര്യത്തിലാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതിൽ വ്യക്തത നൽകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണോ, KM ഷാജിക്ക് ബോധ്യപ്പെട്ട എന്തെങ്കിലും വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണോ ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയെന്നുള്ളത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. എന്തായാലും ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് നമ്മൾ KM ഷാജിയെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ഇതുവരെ നമുക്ക് ഫോണിൽ വിളിച്ച് കിട്ടുകയോ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലേക്ക് അദ്ദേഹത്തെ ലൊക്കേറ്റ് ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് തന്നെ ഇതിൽ പ്രത്യേകിച്ച് പ്രധാനമാകുന്നു. പ്രത്യേകിച്ച് TP കേസുമായി ബന്ധപ്പെട്ട് ഇത് 2ാം തവണയാണ് KM ഷാജി ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്. ഇതിനു മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ചില പാരിതോഷികങ്ങൾ ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്വേഷണം പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് എത്താതെ അന്വേഷണം നിലച്ചുപോയ ഒരു സാഹചര്യം ഉണ്ടായത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ ദിവസം KM ഷാജി നടത്തിയിരുന്നു. അതിൽ എന്തൊക്കെ ഈ പറഞ്ഞ രീതിയിൽ പാരിതോഷികങ്ങളാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ പിന്നീട് വ്യക്തത വരുമെന്നും KM ഷാജി പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കുഞ്ഞനന്തന്റെ മരണവുമായി ബന്ധപ്പെട്ട് TP കേസിലെ 13ാം പ്രതിയായിരുന്ന ശിക്ഷാ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് മരണപ്പെട്ട കുഞ്ഞനന്തന്റെ മരണവുമായി ബന്ധപ്പെട്ട KM ഷാജി ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു സ്റ്റേറ്റ്മെന്റ് വന്നത്, എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരമൊരു തുറന്നു പറച്ചിലൊക്കെ തയ്യാറാകുന്നത് അല്ലെങ്കിൽ ഇത്തരമൊരു ആരോപണങ്ങൾക്കൊക്കെ തയ്യാറാകുന്നത് എന്നുള്ള കാര്യത്തിൽ KM ഷാജി തന്നെ വ്യക്തത നൽകേണ്ടി വരും. അനു, പ്രജിത്ത്, അതിനോടൊപ്പം തന്നെ ചേർത്ത് പറഞ്ഞാൽ ഈ ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ടത് അതും ഒരുപക്ഷെ ഇപ്പോൾ വീണ്ടും ഓർത്തെടുക്കാവുന്നതാണെന്ന് തോന്നുന്നു. കാരണം ഒരുപക്ഷെ കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ആദ്യമായിട്ട് CBI വരുന്നൊരു കേസ് കൂടിയാണ് ഫസൽ വധക്കേസ്. അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. മാത്രമല്ല പിന്നീട് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായ കൊടിസുന്നിയുടെ മൊഴിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരുന്ന മൊഴിയും അപ്രകാരം തന്നെയായിരുന്നു. CPM-ന്റെ നേതാക്കൾ നേതൃത്വം പറഞ്ഞിട്ടാണ് ഈ ഫസലിനെ വധിച്ചത് എന്ന്.
കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളെ എല്ലാം ചേർത്ത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫസൽ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്നുയർന്ന ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഷുക്കൂറിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ എന്തായാലും ഈ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നിൽ പാർട്ടി നേതൃത്വം അറിയാതെ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് എത്താനുള്ള കണ്ണികളെ ഇല്ലാതാക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ രഹസ്യം പുറത്താകാനുള്ള സാധ്യത നിലനിൽക്കുന്നവരെ ഇല്ലാതാക്കുന്നു എന്ന രീതിയിലുള്ളതാണ് കെ എം ഷാജിയുടെ ആരോപണം വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ണൂരിലെ ഒരു കൊലപാതക രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടികൾ ഇത്തരം നടപടികൾക്കിലേക്കൊക്കെ വെളിച്ചം വീഴ്ത്താൻ ഈ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇത്തരം ഒരു പരാമർശം സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ അത് എത്രത്തോളം ഈ പറഞ്ഞ രീതിയിൽ ആ സ്റ്റേറ്റ്മെന്റിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പ്രത്യേകിച്ച് ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ വേണം. ആ തെളിവുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഇത്തരം ഒരു പരാമർശം നടത്തേണ്ട സാഹചര്യം എന്നുള്ള കാര്യത്തിൽ കെ എം ഷാജി വ്യക്തത നൽകേണ്ടതുണ്ട്. എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതൊന്നും ആർക്കും അല്ലെങ്കിൽ എല്ലാവരും കരുതുന്നില്ല. പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങൾ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ പങ്കെടുക്കുന്നവർ കൊല്ലപ്പെട്ട സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ മരണങ്ങൾ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം പ്രതികളായ ആളുകൾ കൊലപാതകികളായ ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് എത്രത്തോളം അന്വേഷണമൊക്കെ നടക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാര്യമായ അന്വേഷണങ്ങളൊന്നും അതിലേക്ക് നടക്കാറില്ല അല്ലെങ്കിൽ അത്തരം അന്വേഷണങ്ങൾ നടക്കാൻ അനുവദിക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അത് നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് കൃത്യമായി ഒരു മരണം സംഭവിച്ചത് അല്ലെങ്കിൽ ഒരു കൊലക്കേസിലെ പ്രതി അയാൾ ശിക്ഷാ കാലയളവിൽ തന്നെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ട ഒരു സാഹചര്യം, അത് ആശുപത്രിയിൽ വെച്ചാണ് മരണമുണ്ടായത്. അപ്പോൾ അത്തരത്തിലുണ്ടായ ഒരു മരണം ഇപ്പോൾ ഈ 4 വർഷങ്ങൾക്ക് ശേഷം അതിൽ ഒരു ദുരൂഹത ആരോപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്തുകൊണ്ടാണ് എന്നുള്ളതിൽ കെ എം ഷാജി വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട മറ്റ് രാഷ്ട്രീയ നേതാക്കളിൽ നിന്നൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. കാരണം കെ എം ഷാജി നടത്തിയ ഈ പരാമർശം അതീവ ഗുരുതരമാണ്, ഗുരുതരമായ ആരോപണമാണ്. അപ്പോൾ ആരോപണം ഒരു മരണവുമായി ബന്ധപ്പെട്ടാണ് നടന്നിരിക്കുന്നത്. അതിൽ കൃത്യമായ വ്യക്തമായ മറുപടികൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അനു, ശരി, പ്രജിത് മോഹനാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.